പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലെ ബോട്ട് ജെട്ടിക്ക് മുന്നിലാണ്. തുടക്കം ബോട്ട് ജെട്ടിക്ക് മുന്നിലാണെങ്കിലും നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബോട്ട് ജെട്ടിയോടടുത്തുള്ള മറൈൻ ഡ്രൈവിൽ നടക്കുന്ന 41ാമത് കൊച്ചിൻ ഫ്ലവർ ഷോയുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും നേരിട്ട് കാണുവാനാണ്. ഇപ്പോൾ സമയം 8 മണി. ഫ്ലവർ ഷോയുടെ കാഴ്ചകളിലേക്ക് കടക്കുന്നതിനൊപ്പം മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, മറൈൻ ഡ്രൈവിൽ നിന്നും കടലിലേക്ക് ഉല്ലാസയാത്ര നടത്തുന്ന സാഗര റാണി ക്രൂയിസ് വെസലിലും ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളിലേക്ക് യാത്ര തിരിക്കുന്ന കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്ത വിശേഷങ്ങളുടെ വീഡിയോ ചാനലിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക. അങ്ങനെ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കയറി ചെല്ലുന്നിടത്ത് ലൈവായി നമ്മുടെ കാരിക്കേച്ചർ വരച്ചു തരുന്ന ഒരിടമുണ്ട്. തൊട്ടപ്പുറത്തായി ഏകദേശം 37,000-ഓളം പച്ചമുളകുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മയിലിനെയും കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഫ്ലവർ ഷോ എന്നാണ് ഈ ഫ്ലവർ ഷോ അറിയപ്പെടുന്നത്. ഏകദേശം 54,000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലാണ് ഫ്ലവർ ഷോ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തയിനം പൂക്കളും ചെടികളും ഫലവൃക്ഷങ്ങളുടെ വിത്തുകളും ശില്പങ്ങളും അക്വേറിയവും ഒക്കെ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ചെടികൾക്കും പൂക്കൾക്കും മുന്നിലായി അവയുടെ പേരും വിവരങ്ങളും അടയാളപ്പെടുത്തിയ ബോർഡും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കടുത്തുരുത്തി മാംഗോ മെഡോസിലെ യാത്രയിൽ പരിചയപ്പെട്ട രുചിയേറിയ പ്രിയോർ മാങ്ങയുടെ തൈയും ഈ കൂട്ടത്തിലുണ്ട്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി GCDAയും ചേർന്നാണ് 41ാമത് ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവിൽ നടത്തുന്നത്. ഓർക്കിഡുകൾ, അഡീനിയം, അന്തൂറിയം, വിവിധ റോസുകൾ, ബോൺസായി ചെടികൾ, സൂര്യകാന്തികൾ, അങ്ങനെ 5000-ലധികം വെറൈറ്റികൾ ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ പുഷ്പമേള. ഫ്ലവർ ഷോ നടക്കുന്നത് എറണാകുളം പോലെ എല്ലാവർക്കും അറിയാവുന്ന വിവിധ ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമായ മറൈൻ ഡ്രൈവിലായതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുവാനുള്ള റൂട്ട് മാപ്പ് പ്രത്യേകമായി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എറണാകുളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ടൗൺ ബസ് കയറി വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഇടം കൂടിയാണ് മറൈൻ ഡ്രൈവ്. ഇനി അതല്ല ചിലവൊരു പ്രശ്നമല്ലെങ്കിൽ ഓട്ടോയോ ടാക്സിയോ പിടിച്ചും ഇവിടെ എത്താം. പുഷ്പമേള സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലെയോ അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയമോ ആണ്. പകൽ നേരങ്ങളിൽ, പ്രത്യേകിച്ച് വെയിൽ കൂടുതലുള്ള സമയങ്ങളിൽ വിയർത്തൊലിച്ച സന്ദർശനം അത്ര ആസ്വാദ്യകരമാവണമെന്നില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഡിസംബർ 28-ാം തീയതിയാണ്. ഇന്നലെ രാത്രി കൊച്ചിയിലും മറ്റും അതിശക്തമായ ഇടിയും മഴയും ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രവേശനത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അകത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് ജോലിക്കാർ അതെല്ലാം കോരി മാറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കയറ്റിവിട്ടത്. അതേപോലെ തന്നെ നേരത്തെ ഡിസംബർ 22 മുതൽ ജനുവരി 1-ാം തീയതി വരെയാണ് പ്രദർശനം എന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ദിവസം കൂടെ കൂട്ടി അത് ജനുവരി 2-ാം തീയതി വരെ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി കലാകാരന്മാരുടെയും മറ്റണിയറ പ്രവർത്തകരുടെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലം കൂടിയാണ്
54,000 സ്ക്വയർ ഫീറ്റിൽ ഇവിടെ കാണുന്ന ഈ മനോഹര കാഴ്ചകൾ നിറങ്ങളെ സ്നേഹിക്കുന്നവരെ ഇവിടുത്തെ വർണ്ണവൈവിധ്യങ്ങൾ നിരാശരാക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. പൂക്കളുകൾ മാത്രമല്ല, ഇടയ്ക്ക് സാക്ഷാൽ മത്സ്യകന്യക അടക്കമുള്ള ശില്പങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കാഴ്ചകൾ ഏറെ ഉണ്ടെങ്കിലും മറ്റെല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ വീഡിയോയുടെ ലെങ്ത് അധികം കൂടാതിരിക്കാൻ വളരെ കുറച്ച് മികച്ച കാഴ്ചകൾ മാത്രമേ ഞാൻ പകർത്തിയിട്ടുള്ളൂ. തീർച്ചയായും കൺമുന്നിൽ കാണാൻ സാധിക്കുമെങ്കിൽ അതൊരു പുതു അനുഭവമായിരിക്കും. ഫ്ലവർ ഷോയുടെ കാഴ്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഫ്ലവർ ഷോയോടനുബന്ധിച്ച് വിവിധതരം വിത്തുകൾ വാങ്ങാനും അതേപോലെ ചെരുപ്പുകൾ, അച്ചാറുകൾ, ഡ്രസ്സുകൾ, മറ്റു വീട്ടാവശ്യ സാധനങ്ങൾ, അങ്ങനെ മറ്റൊരുപാട് കടകൾ കൂടി ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിലെ 41ാമത് കൊച്ചിൻ ഫ്ലവർ ഷോയെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതുജാലകത്തിന്റെ നന്ദി, നല്ല നമസ്കാരം.